ആദ്യത്തെ നമ്മുടെ വിസ്കി ആക്കിൻടോഷനാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ സ്കോട്ട്ലൻഡിൽ ട്രിപ്പിൾ ഡിസ്റ്റിൽ ചെയ്യാറുള്ളൂ. ഇത് ട്രിപ്പിൾ ഡിസ്റ്റിൽ വിസ്കിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ഫ്ലേവർ ആയിരിക്കും. ആദ്യമായിട്ട് വോഡ്ക അല്ലെങ്കിൽ നമ്മുടെ ജിന്ന് അതുപോലുള്ള ലൈറ്റായിട്ടുള്ള സ്പിരിറ്റ്സ് കഴിച്ച് സിംഗിൾ മാൾട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള വിസ്കി ഫ്ലേവർ വളരെ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നല്ല വാനില നോട്ട്സ് ഇതിനുണ്ട്. വളരെ നല്ല ഗോൾഡൻ കളറാണ്. ചെറിയ കോക്കനട്ട് നോട്ട്സ് ഇതിനകത്തുണ്ട്. ഇത് അമേരിക്കൻ ബോർബൺ കാസ്ക് കൊണ്ടാണ് ഏജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പൈസി നോട്ട്സോ അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റേസിൻസിൻ്റെയൊക്കെ നോട്ട്സ് ഇതിൽ കാണത്തില്ല. വളരെ ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും. സാധാരണ സിംഗിൾ മാൾട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സിംഗിൾ മാൾട്ട് ഉണ്ടാക്കുമ്പോൾ ബ്ലെൻഡഡ് വിസ്കി പോലെ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരു ഗെമിക്സോ അല്ലെങ്കിൽ വേറെ അഡിറ്റീവ്സോ ഒന്നും ഇതിനകത്ത് ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള യാതൊരു ടേസ്റ്റ് നോട്ട്സും ഇല്ല. അതുപോലെ തന്നെ വളരെ നല്ല കളറാണ്. ലൈറ്റായിട്ടുള്ള വിസ്കിയാണ്. ഇത് ഏകദേശം 40% ABV തന്നെയാണ്. ഇത് അമേരിക്കൻ ഓക്ക് ബാരലായതുകൊണ്ട് തന്നെ വളരെ നല്ല ഫ്ലേവറും അതോടൊപ്പം തന്നെ സാധാരണ ഒരാൾക്ക് അല്ലെ ആദ്യമായിട്ട് സിംഗിൾ മാൾട്ട് കുടിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യയിലാണെങ്കിലും ട്രിപ്പിൾ ഡിസ്റ്റിൽ ചെയ്യുന്ന ഒരു രീതി വളരെ അപൂർവമാണ്. സാധാരണഗതിയിൽ ട്രിപ്പിൾ ഡിസ്റ്റിൽ ചെയ്യുന്നത് അയർലൻഡുകാരാണ്. സാധാരണ സ്കോച്ച് വിസ്കികൾ ഡബിൾ ഡിസ്റ്റിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്പം സ്ട്രോങ് ആയിട്ടുള്ള വിസ്കി ഫ്ലേവർ കാണും. ഇത് വളരെ ലൈറ്റ് ഫ്ലേവറായിട്ടുള്ള ഒരു വിസ്കി ആയതുകൊണ്ട് തന്നെ ഒരു ഈസി ഡ്രിങ്കിങ് വിസ്കിയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബ്ലെൻഡഡ് വിസ്കിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ലൈറ്റ് സ്പിരിറ്റിൽ നിന്നോ വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഇതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റും. സാധാരണഗതിയിൽ സ്ട്രോങ് ആയിട്ട് വിസ്കി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, സ്ട്രോങ് ഫ്ലേവറുള്ള വിസ്കി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അത്ര ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല കണ്ണും പൊട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിസ്കിയാണിത്. നാട്ടിലതുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇത് വാങ്ങാൻ അധികം വിലയാവാറില്ല. ഒരു $45-50 ഇത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വിസ്കി അല്ല. ഇത് ഗ്ലെൻലിവറ്റിൻ്റെ ഒരു ട്രിപ്പിൾ കാസ്ക് മെച്ചൂർഡ് വിസ്കിയാണ്. ഇത് വളരെ ഈസി ഡ്രിങ്കിങ് വിസ്കിയാണ്. സാധാരണ അതിൽ എന്തുകൊണ്ട് ഗ്ലെൻഫിഡിക്ക് വരുന്നില്ല, ഒരു ഗ്ലെൻലിവറ്റ് വന്നു എന്ന് ചോദിച്ചാൽ, ഗ്ലെൻഫിഡിച്ച് സാധാരണഗതിയിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കിയാണ്. ആദ്യമായിട്ട് വിസ്കി കുടിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ അത്ര ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ലാത്ത വിസ്കിയാണ്. നേരെ മറിച്ച് ഗ്ലെൻലിവറ്റ് വളരെ ഒരു അനായാസം കുടിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ്കിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാണ്. വളരെ നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി നോട്ട്സൊക്കെ ഉള്ള ഒരു വിസ്കിയാണ്. ഇത് 3 തരത്തിലുള്ള കാസ്കുകൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്നാൽ ഇത് പെട്ടെന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കി അല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് കുടിക്കാനും ഇഷ്ടപ്പെടാനും പറ്റും. ഈ വിസ്കി ഏജ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ബോർബൺ കാസ്കാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഷെറി കാസ്ക് അല്പം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഷെറി കാസ്കിന് ഗുണം കൊണ്ട് ചെറിയ ഒരു റേസിൻസിൻ്റെ ഒരു ചെറിയ ഒരു മണം, ഒരു ഫ്ലേവർ ഇതിൽ വന്നിട്ടുണ്ട്. എന്നാലും വളരെ നേർത്ത, അതോടൊപ്പം തന്നെ വളരെ സിമ്പിളായിട്ട് കുടിക്കുകയും സിമ്പിളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ്കിയാണ്. എന്നൊന്നും ഒരു മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വിസ്കി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സാധാരണക്കാരൻ ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ആദ്യമായിട്ട് സിംഗിൾ മാൾട്ട് വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. എന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തിരുന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടത്തില്ല. എന്നാൽ സാധാരണക്കാരെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള വിസ്കിയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ബ്ലെൻഡഡ് വിസ്കിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് ഗ്ലെൻലിവറ്റ് ട്രിപ്പിൾ കാസ്ക് മെച്ചൂർഡ് വിസ്കി. ഗ്ലെൻമൊറാഞ്ചി വിസ്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ഡ്രിങ്കിങ് വിസ്കിയാണ്. ഇതൊരു ഫ്രൂട്ടി അല്ലെങ്കിൽ ഫ്ലോറൽ ഫ്ലേവറൊക്കെ ഉള്ള വളരെ ലൈറ്റായിട്ടുള്ള വിസ്കിയാണ്. ആദ്യമായിട്ട് സിംഗിൾ മാൾട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വിസ്കിയാണ്. ഇതിനെക്കാട്ടിൽ പെർഫെക്റ്റായിട്ട് വിസ്കി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വളരെ ഉയരമുള്ള ഒരു സ്റ്റില്ല് ഉപയോഗിച്ച് ഡിസ്റ്റിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലേവർ ആയിരിക്കും. അതേപോലെ ഈ വിസ്കിക്ക് ഉപയോഗിക്കുന്നത് അമേരിക്കൻ വൈറ്റ് ഓക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സിട്രസ് നോട്ട്, അതോടൊപ്പം ചെറിയ ഒരു വാനില നോട്ട്, അത് ഫ്ലോറൽ നോട്ട്സൊക്കെ ഇതിൽ കാണും. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെറി കാസ്ക് പോലത്തെയുള്ള ഒരു ഫ്ലേവർ ഇതിൽ വരില്ല. സാധാരണക്കാരെ വളരെ അനായാസം കുടിക്കാൻ പറ്റുന്ന ഒരു വിസ്കിയാണ്. താരതമ്യേന വില കുറവുള്ള വിസ്കിയാണ്. $50-60 മാത്രമേ ഉള്ളൂ ഇതിന്. സാധാരണക്കാരൻ വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാനും അതോടൊപ്പം തന്നെ കുടിക്കാനും പറ്റും. ഇത് വളരെ ഹാൻഡ് ക്രാഫ്റ്റഡ് വിസ്കി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം വളരെ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഇവർക്കുള്ളൂ. കുറച്ച് ആൾക്കാർ മാത്രം ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വിസ്കിയാണ്. ഓൾമോസ്റ്റ് ക്രാഫ്റ്റ് ഡിസ്റ്റിലറി പോലെ ഉള്ളൊരു സെറ്റപ്പാണ് ഇവരുടേത്. ഇത് ഹൈലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിസ്കികളൊന്നാണ്. സാധാരണക്കാരന് ആദ്യമായിട്ട് വാങ്ങാൻ ഏറ്റവും നല്ല വിസ്കികളൊന്നാണ്.
സാധാരണ ഞാൻ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഗ്ലെൻമൊറാഞ്ചിയാണ്. ഗ്ലെൻമൊറാഞ്ചി വളരെ അനായാസം കുടിക്കാൻ പറ്റും. ഇത് ആബർലോർ ഡിസ്റ്റിലറിയുടെ ആബർലോർ 12-year-old വിസ്കിയാണ്. ഡബിൾ കാസ്ക് വെച്ചതാണ്. ഇത് സാധാരണ ആദ്യമായിട്ട് സിംഗിൾ മാൾട്ട് കുടിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ചേരുക. ഇത് അമേരിക്കൻ വൈറ്റ് ഓക്കിൽ ഏജ് ചെയ്ത ഒരു വിസ്കിയാണ്. അതിനുശേഷം ഷെറി കാസ്കിൽ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷെറി കാസ്കിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും അമേരിക്കൻ വൈറ്റ് ഓക്കിൻ്റെ ഒരു വളരെ നല്ലൊരു ബാലൻസ്ഡ് ഫ്ലേവറും ഇതിൽ കിട്ടുന്നുണ്ട്. സാധാരണ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല. ഷെറി കാസ്ക് അല്പം സ്ട്രോങ് ആയിട്ട് ഫ്ലേവർ തോന്നിയെന്ന് വരാം. പക്ഷേ അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കി ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ആബർലോർ ഡിസ്റ്റിലറിയുടെ മിക്ക എക്സ്പ്രഷൻസും വളരെയേറെ അവാർഡ് കിട്ടിയിട്ടുള്ള ഓരോ എക്സ്പ്രഷൻസാണ്. ഇവരുടെ ആബർലോർ അബുന്ന ആൽബ ഒക്കെ വളരെയേറെ അവാർഡുകൾ കിട്ടിയ വിസ്കിയാണ്. അതിൻ്റെ തന്നെ ഇവരേറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു വിസ്കിയാണ് ഡബിൾ കാസ്ക് മെച്ചൂർഡ് 12 year. അപ്പം സാധാരണ ഒരാൾക്ക് അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കി ഇഷ്ടപ്പെടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, ഒന്ന് ട്രൈ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വാങ്ങാം. അത്യാവശ്യം വിലയുള്ള വിസ്കിയാണ്, ചീപ്പല്ല. ഒരു $85-90 വിലയുള്ള വിസ്കിയാണ്. ഞാനിപ്പം കാണിക്കുന്നത് അമൃത് ഡിസ്റ്റിലറിയുടെ അമൃത് ഫ്യൂഷൻ എന്ന സിംഗിൾ മാൾട്ട് വിസ്കിയാണ്. ഈ സിംഗിൾ മാൾട്ട് വിസ്കിയെക്കുറിച്ച് പറയുമ്പം ഇന്ത്യൻ സിംഗിൾ മാൾട്ട് ലോകത്ത് വളരെ ബുദ്ധിമുട്ടാണ് വിൽക്കാൻ. ഇത് 50% ABV ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് അടിക്കുന്ന ആൾക്കാർ അല്പം സൂക്ഷിക്കുക. ഒരു ചെറിയ ആൽക്കഹോൾ ബൈറ്റ് ഇതിലുണ്ടാവും. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ബാർലി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഇന്ത്യൻ 6 row ബാർലി, 2 ഒരു സ്കോട്ട്ലൻഡിൻ്റെ 2 row ബാർലി. നേരിയ ഒരു പീറ്റ് ഇതിൽ നമുക്ക് അനുഭവപ്പെടാം. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു $80-90 വിലയാണ്. ഇത് സത്യമായി ഇതിൽ ഈ റേഞ്ചിൽ ഇതിന് നല്ല വിസ്കി കിട്ടുമെങ്കിൽ പോലും ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങാൻ പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് വിദേശത്ത് ഒരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അമൃത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഒരു ഓക്ക് ഫ്ലേവർ നമുക്ക് ഇതിൽ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു പീറ്റഡ് ഫ്ലേവർ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നല്ല ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഇതിൽ കിട്ടും. താരതമ്യേന അത്ര കോംപ്ലക്സ് ആയിട്ട് വിസ്കി എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അല്പം എന്താ പറയുക, ആദ്യമായിട്ട് സിംഗിൾ മാൾട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ട നിർബന്ധമില്ല. എങ്കിലും സാധാരണ സിംഗിൾ മാൾട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് അമൃത്. ഇതിപ്പോൾ സാധാരണ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പോൾ ജോൺ ബ്രില്യൻസ് ആണ് ഇത്. നമ്മുടെ മലയാളിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഇത് 40% ABV ഉള്ള ഒരു നല്ല വിസ്കിയാണ്. ഇതൊരു എന്താ ഒരു ചെറിയ റോസ് ഷുഗറിൻ്റെ ഫ്ലേവറും ഒക്കെയുള്ള വളരെ നല്ല ഒരു വിസ്കിയാണ്. ഇത് അൺപീറ്റഡ് ആയിട്ടുള്ള വിസ്കിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് കുടിക്കാൻ വളരെ ഈസിയായിട്ട് കുടിക്കാൻ പറ്റുന്ന വിസ്കിയാണ്. നിരവധി അവാർഡുകൾ വാങ്ങിയ ഒരു വിസ്കിയാണ്. നിങ്ങൾക്ക് കാണാം, നിരവധി അവാർഡുകൾ ഇത് വാങ്ങിക്കൂട്ടിയ ഒരു വിസ്കിയാണ്. ഇത് 5 വർഷം പഴക്കമുള്ള ഒരു വിസ്കിയാണ്. ഇപ്പോൾ ഏകദേശം ഇന്ത്യൻ കാലാവസ്ഥ 5 വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ യൂറോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു 15 വർഷത്തോളം പഴക്കമുള്ള വിസ്കി എന്ന് പറയാൻ പറ്റും. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഏജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏഞ്ചൽ ഷെയർ 3 ഇരട്ടിയാണ്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഏകദേശം ഒരു 15 വർഷം പഴക്കമുള്ള വിസ്കിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇത് അമേരിക്കൻ വൈറ്റ് ഓക്ക് കൊണ്ടാണ് ഇത് ഏജ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോക്കോ അതുപോലെ ഹണി നോട്ട്സ് നമുക്ക് കിട്ടും. അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള വിസ്കി അല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ ഇത് കുടിക്കാൻ പറ്റും. നിങ്ങൾ സ്ഥിരമായിട്ട് സിംഗിൾ മാൾട്ട് വിസ്കി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപയോഗം ഉണ്ടാകുന്നതിന് വിശ്വാസമില്ല. പക്ഷെ പലരും ബ്ലെൻഡഡ് വിസ്കി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ മറ്റ് അമേരിക്കൻ വിസ്കികൾ, അതായത് നമ്മുടെ ടെനസി വിസ്കികളൊക്കെ ഉപയോഗിച്ച് ശീലമുള്ള എന്നാൽ സ്കോച്ച് സിംഗിൾ മാൾട്ടിലോട്ട് കാലെടുത്ത് വെക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഇത് ഒരു ഉപയോഗം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശരി, ഈ വീഡിയോ കണ്ടതിന് നന്ദി.